കൊടുങ്കാറ്റുകളിലൂടെയും കൂടിയാണ്. എന്നാൽ ആ കൊടുങ്കാറ്റുകൾക്കിടയിലും ശാന്തത കൈവിടാതെ മുന്നോട്ട് നടക്കാൻ പഠിപ്പിക്കുന്നത് മനസ്സിന്റെ കരുത്താണ്. സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ സിജി എല്ലാ ദിവസവും നടത്തിവരുന്ന ഒരു ഡെയിലി പ്രോഗ്രാമാണ് ഡിവിഷൻ. 296 ഇന്നത്തെ ഡിവിഷൻ പ്രഭാതം അത്തരമൊരു ആന്തരിക ശക്തിയെ കണ്ടെത്താനുള്ള യാത്രയാണ്. സിസു വിത്ത് മൈൻഡ്ഫുൾനെസ് എന്ന ചിന്തോദ്ദീപകമായ വിഷയത്തിലൂടെ ധൈര്യത്തിൻ്റെയും മാനസിക ജാഗ്രതയുടെയും മനോഹരമായ സംഗമം നമ്മോടൊപ്പം പങ്കുവെക്കാൻ എത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട അതിഥിയെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതെ, ഷീബ സജ്ന പി. മനഃശാസ്ത്രത്തിൽ ബിരുദധാരിയും RCI ലൈസൻസ് ഉള്ള അസിസ്റ്റന്റ് കൗൺസിലറുമായ അവർ പഠനത്തിനും കൗൺസിലിങ്ങിനും മാർഗനിർദ്ദേശത്തിനുമായി പ്രവർത്തിക്കുന്ന ഗനിയാസ് സെന്റർ ഫോർ ലേണിംഗ് കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് വണ്ടൂരിന്റെ സ്ഥാപക കൂടിയാണ്. പ്രൊഫഷണൽ മികവിനൊപ്പം ഡിവിഷൻ കുടുംബത്തിലെ ഒരു സജീവ അംഗം കൂടിയായതിനാൽ ഇന്നത്തെ വേദി കൂടുതൽ ഹൃദയസ്പർശിയാകുന്നു. പുലരിയുടെ കാറ്റ് ജനാലകൾ തുറക്കുന്നത് പോലെ നല്ല ചിന്തകൾ മനസ്സിന്റെ ജനലുകൾ തുറക്കുന്നു. ഇന്ന് ആ ജനലുകൾ കൂടുതൽ വിശാലമാക്കാൻ ഈ വേദിയിൽ സ്നേഹപൂർവ്വം ഒത്തുചേർന്ന എല്ലാ പ്രിയപ്പെട്ട പങ്കാളികൾക്കും, പ്രിയപ്പെട്ട നോസിയ മാം, ടീം ഇൻചാർജ് ആയിട്ടുള്ള ഷമീമ മാം, എല്ലാവർക്കും ഈ വേദിയിലേക്ക് ഡിവിഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓവർ ടു യു മാം. Thank you. Good morning all. Thank you for your warm welcome and introduction. ഈ ഒരു ഫ്ലോറിൽ ഇന്ന് ഇരിക്കാൻ സാധിച്ചത് വളരെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. കാരണം ഞാനൊരു ഡിവിഷൻ പാർട്ടിസിപ്പന്റ് ആണ് എന്ന പേരിലാണ് ഞാൻ ഇവിടെ ഈ ഒരു ടോക്കിന് വരാൻ ആഗ്രഹിക്കുന്നത് തന്നെ. അപ്പോ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ആദ്യം തന്നെ ഞാൻ നന്ദി പറഞ്ഞു തുടങ്ങുകയാണ് ഡിവിഷന്റെ മുഴുവൻ ടീം അംഗങ്ങളോടും. പിന്നെ ഓരോരുത്തരെയായിട്ട് എടുത്തു പറയുന്നില്ല, ഷമീമ മാമിനോടും അതുപോലെ നൂസിയ മാം, എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടെ ഞാൻ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അപ്പോ നിങ്ങളൊക്കെ ടോപ്പിക്ക് വായിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഇന്നലെ എൻ്റെ മോൻ ഈ ടോപ്പിക്ക് ഇത് കണ്ടപ്പോ അവന് എന്നോട് ചോദിച്ചു, ഇതെന്തമ്മ ശിശു ആണോ ചോദിച്ചു. ശിശു അല്ല, അത് സിസു എന്നാണ്. അപ്പൊ സിസു എന്നുള്ളത് നിങ്ങൾ പലരും സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. അപ്പോ എത്ര പേർക്ക് അറിയാം സിസു എന്നുള്ള ഒരു കാര്യം? എത്ര പേർക്ക് അറിയാമെന്ന് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എത്ര പേരുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഇവിടെ ലൈവ് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടോ എനിബഡി? ഓക്കെ, ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോ സിസു എന്നുള്ളത് ശരിക്കും ഒരു ഫിന്നിഷ് വേർഡാണ്. എൻ്റെ ഒരു പൗരാണികമായ ഒരു ഫിന്നിഷ് വേർഡാണ് സിസു എന്നുള്ളത്. അപ്പോൾ ഈ സിസു എന്നത് ഫിൻലൻഡുകാരുടെ ഒരു ദേശീയ സ്വഭാവത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് സിസു എന്നുള്ളത്. അപ്പോ ഫിൻലൻഡ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഫിൻലൻഡിനെ കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫിൻലൻഡ് എന്നുള്ളത് സന്തോഷ സൂചികയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രാജ്യം എന്നുള്ളതാണ് അല്ലെ? ഇത്രയും വർഷങ്ങളായിട്ട് തന്നെ അതിൽ ഒന്നാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ജനങ്ങൾ ജീവിക്കുന്ന രാജ്യം എന്നുള്ളതാണ് ഫിൻലൻഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ ഈയിടെയൊക്കെ നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ഫിൻലൻഡിലെ വിദ്യാഭ്യാസ രീതി, അതൊക്കെ ലോക പ്രശസ്തമായ ഒരു വിദ്യാഭ്യാസ രീതിയാണ്. നമ്മുടെയൊക്കെ നേതാക്കന്മാരൊക്കെ അതിനെക്കുറിച്ചൊക്കെ വാചാലരാവുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഫിൻലാൻഡ് എന്നുള്ളത് ലോകത്തിന് നൽകിയ ഒരു ശ്രദ്ധേയമായ സംഭാവനയാണ് സിസു എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിസു ഇവരുടെ ദേശീയ ഭാഗമായിട്ട് കാണുന്നതോട് തന്നെ ഇവരുടെ ഉയർന്ന ജീവിത നിലവാരം, അതുപോലെ അവരുടെ പരിസ്ഥിതി സംരക്ഷണം, ഇതിലെല്ലാം വളരെയധികം പ്രശസ്തമായ ഒരു നാടാണ് ഫിൻലാൻഡ്. ഫിൻലാൻഡ് ഒരു യൂറോപ്യൻ രാജ്യമാണ്. നമുക്കറിയാം, യൂറോപ്യൻ കൺട്രികളിൽ തന്നെ ഏറ്റവും വെസ്റ്റേൺ ഭാഗത്ത് നിൽക്കുന്ന രാജ്യമാണ് ഫിൻലാൻഡ്. നമ്മൾ PSC ഒക്കെ പഠിച്ചുള്ളവര് കേട്ടിട്ടുണ്ടാവും. ഞാനൊക്കെ ആദ്യമായിട്ട് ഫിൻലാൻഡ് കേൾക്കുന്നത് 1000 തടാകങ്ങളുടെ നാട് എന്നുള്ള പേരിലാണ്. 1000 തടാകങ്ങളുടെ അല്ല, 1000-10000 തടാകങ്ങളും നദികളുമുള്ള 75% ഫോറസ്റ്റ് ഏരിയ ആയിട്ടുള്ള
പ്രകൃതിയോട് ഏറ്റവും അധികം ഇണങ്ങി ജീവിക്കാൻ പഠിച്ചിട്ടുള്ള ജനവിഭാഗങ്ങളുള്ള നാടാണ് ഫിൻലാൻഡ്. ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക എന്നതിൽ നിന്ന് തന്നെയാണ് അവരുടെ ഏറ്റവും അധികം സന്തോഷമായിട്ട് ജീവിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. അപ്പോ എന്താണ് അല്ലെ? അതുപോലെ നമുക്ക് ഫിൻലാൻഡിനെ അറിയുന്ന മറ്റൊരു സംഗതിയാണ്, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, നോക്കിയ, നമ്മുടെ പഴയ നോക്കിയ കമ്പനി. അത് ശരിക്കും ഫിൻലാൻഡുകാരുടെയാണ്. അവര് ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ നമുക്ക് ലോകത്തിന് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ ജപ്പാനിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നത് പോലെ ഈ ഒരു സിസു എന്നുള്ള സംഗതി അവർ ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ളതാണ്. അപ്പോ അതിനെക്കുറിച്ച്, അപ്പോ എന്താണ് ഈ സിസു എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ സിസു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ആന്തരിക ശക്തിയാണ്. സിസു എന്ന് പറയുന്നത് എത്ര വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും അതിനെയെല്ലാം നേരിട്ട് മുന്നോട്ട് പോവുക, ധൈര്യത്തോടു കൂടെ മുന്നോട്ട് പോവുക, അതിനുള്ള മാനസിക കരുത്ത് വളർത്തുക, ഒന്നിനും ഒരിക്കലും എളുപ്പത്തിൽ കീഴടങ്ങാതിരിക്കുക, പ്രതീക്ഷയോടെ സ്ഥിരോത്സാഹത്തോടെ മുന്നോട്ട് പോവുക എന്നതെല്ലാമാണ് ഈ സിസു നമ്മളോട് മുന്നോട്ട് വെക്കുന്നത്. എന്നോട് ഈ ടോപ്പിക്, ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ഒരു സിസു എന്നുള്ള കുറിച്ച് പത്രത്തിൽ വന്ന ഒരു ചെറിയ ഒരു റിപ്പോർട്ട് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് തന്നെ നമുക്ക് സംസാരിക്കാം എന്ന് ഞാനത് സെലക്ട് ചെയ്തത്. അപ്പോ ഈ സിസുവിന് പ്രധാനമായിട്ട് 5 ഘടകങ്ങളാണുള്ളത്. 5 ഘടകം. അതിൽ ഒന്നാമത്തെയാണ് കറേജ് എന്നുള്ളത്, ധൈര്യം. ധൈര്യം എന്നുള്ളത് ഒരിക്കലും ഭയമില്ലാതിരിക്കുക എന്നുള്ളതല്ല, ഭയമുണ്ടെങ്കിലും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് സിസു മുന്നോട്ട് വയ്ക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത് റെസിലിയൻസ്, ബൗൺസിങ് ബാക്ക് പവർ, അല്ലെ? എത്ര തന്നെ തകർന്നടിഞ്ഞാലും തിരിച്ചു വരാനുള്ള മനക്കരുത്ത്, അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് രണ്ടാമതായി സിസു മുന്നോട്ട് വെക്കുന്നത്. മൂന്നാമതായിട്ട് ഹോപ്പാണ്, പ്രതീക്ഷ. ഒരു കാരണവശാലും ഒരു ഘട്ടത്തിലും പ്രതീക്ഷ കൈവിടാതിരിക്കുക എന്നുള്ളതാണ് സിസു നമ്മളോട് പറയുന്നത്. ദെൻ നാലാമത്തത് അക്സെപ്റ്റൻസ് ആണ്. അക്സെപ്റ്റൻസിനെ കുറിച്ച് ഇന്നലെ നമ്മുടെ ഫ്ലോറിൽ നല്ലൊരു ക്ലാസ് നമുക്ക് ലഭിച്ചതാണ്. നമുക്കറിയാം അക്സെപ്റ്റൻസ് എന്താണ് എന്നുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഏത് സാഹചര്യമാണെങ്കിലും, ഏത് പ്രതിസന്ധിയാണെങ്കിലും അതിനെ മനോഹരമായി അക്സെപ്റ്റ് ചെയ്യുക, അത് മാത്രം മതി. അത് തന്നെയാണ് അത് ജീവിതത്തിന് നമുക്ക് വിജയിക്കാൻ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ ലാസ്റ്റ് അത് പെർസീവറൻസ് ആണ്. സിസുവിലെ 5ാമത്തെ ഘടകം എന്ന് പറഞ്ഞാൽ പെർസീവറൻസ് ആണ്, സ്ഥിരോത്സാഹം. അവിടെ ഒരിക്കലും നമുക്ക് അത് നിൽക്കുന്നില്ല, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ തളർന്നു നിൽക്കുന്നില്ല. ഏത് വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് സിസു നമുക്ക് തരുന്ന ഒരു മാർഗദർശനം എന്ന് പറയുന്നത്, ലോകത്തിന് നൽകുന്നത്. ഇത് ലോകത്തിന് നൽകാൻ, അല്ലെങ്കിൽ അവരുടെ ദേശീയ സ്വഭാവമാകാൻ പ്രധാനമായിട്ടും ഉള്ള കാരണം എന്ന് പറയുന്നത് ഫിൻലൻഡിന്റെ അവരുടെ ഒരു ക്ലൈമറ്റ് രീതി തന്നെ, വളരെ കഠിനമായ ക്ലൈമറ്റ് ആണ് ഫിൻലാൻഡിലുള്ളത്. അപ്പൊ ഇതിനെ അതിജീവിച്ച് അവർ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത്, അതിൽ നിന്നാണ് അവർക്ക് അതൊരു ദേശീയ സ്വഭാവമായിട്ട് മാറിയത്. ഫിൻലാൻഡ് എന്ന് പറഞ്ഞത് വടക്കേ യൂറോപ്പിലെ ഒരു തണുത്തുറഞ്ഞ നാട് എന്ന് തന്നെ പറയാം. വിന്റർ സീസണിൽ -15 മുതൽ -30 വരെ തണുപ്പ് വരുന്ന നാടാണ്. മാത്രമല്ല ആ കൊടിയ തണുപ്പിലും അവർ ജീവിക്കുന്നത് നമ്മളെ പോലെ മൂടിപ്പൊതിച്ച്, അല്ലെങ്കിൽ ഒരു തണുപ്പ് വരുമ്പോൾ മൂടിപ്പൊതിച്ച് കിടന്നുറങ്ങുകയോ അല്ലെങ്കിൽ ഒന്നുമല്ല. അവര് സാധാരണമായിട്ടുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള വളരെ ഒരു നല്ല ലൈഫ് അവര് ആ കഠിനമായ കാലാവസ്ഥയിൽ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, സൗന ബാത്ത് ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടാവുന്ന കാര്യങ്ങളാണ്. ഫിൻലാൻഡിലെ വളരെ പ്രശസ്തമായ ഒരു ആവിക്കുളിയാണ് സൗന ബാത്ത്. ഇതൊക്കെ അത് 70 മുതൽ 100 വരെ സെൽഷ്യസിൽ നമ്മളെ പുഴുങ്ങിയെടുത്തതിന് ശേഷം നേരെ തണുത്ത ഐസ് വാട്ടറിൽ കുളിക്കുക എന്നുള്ള, ഇതൊക്കെ വളരെയധികം ഭയങ്കരമായിട്ട് അവരുടെ ആന്തരികമായ ശക്തി, അതുപോലെ അവരുടെ ഫിസിക്കലായിട്ടുള്ള ചെറുത്തുനിൽപ്പ്, ഇതിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന
ഒരു രീതിയാണ്. ഇത് ഇന്ന് സ്പോർട്സിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോ ഒരുപാട് കാര്യങ്ങൾ ഫിൻലൻഡുകാർ നമുക്ക് തരുന്നുണ്ടെങ്കിലും അതിലെ ഈ സൗന ബാത്ത് അവരുടെ ഈ ഒരു ക്ലൈമറ്റിനെ അതിജീവിക്കാനുള്ള അവരുടെ വളരെ നല്ല ഒരു രീതിയാണ്. അതിനു പുറമെ ഈ വിന്റർ സീസണിൽ ഇവിടെ ഒരിക്കലും സൂര്യപ്രകാശം നേരിട്ട് എത്തുന്നേയില്ല. സൂര്യപ്രകാശം എത്താത്ത ഈ കാലഘട്ടത്തിലും നമുക്കറിയാം, സൂര്യപ്രകാശം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡിയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അതെല്ലാം ഈ വൈറ്റമിൻ ഡി വരെ അവർ സപ്ലിമെന്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇതിനൊക്കെ അതിജീവിച്ചാണ് ജീവിക്കുന്നത്. അതുപോലെ ഇനി വേനൽക്കാലമാണെന്നുണ്ടെങ്കിൽ വേനലിൽ വളരെ നല്ല ക്ലൈമറ്റ് ആണ്. പക്ഷെ അപ്പോഴും നമുക്കറിയാം നട്ടപ്പാതിരയ്ക്ക് വരെ പാതിരാത്രിയിലും സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ഒരു കണ്ടീഷനാണുള്ളത്. അപ്പൊ ഈ ക്ലൈമറ്റിനോട് പൊരുതിയിട്ടാണ് ഈ ഫിൻലൻഡ് ജനത ജീവിക്കുന്നത്. അതാണ് അവരുടെ ഒരു ദേശീയ സ്വഭാവമായിട്ട് അവർ സിസുവിനെ ഉയർത്തി കാണിക്കുന്നത്. ഈ പ്രതിസന്ധിയെയും ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള മനക്കരുത്ത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇത് ലോകം ഈ ഒരു കാര്യം തിരിച്ചറിയുന്നത് 1939 വിന്റർ വാറിന് ശേഷമാണ്. സോവിയറ്റ് യൂണിയൻ എന്ന വലിയൊരു ശക്തിയോട് വളരെ ചെറിയ സൈനിക ശേഷിയുള്ള ഈ ഒരു രാജ്യം ചെറുത്തുനിന്നത്. ആ ചെറുത്തുനിൽപ്പിലൂടെയാണ് ലോകം ഇവരുടെ ഈ ഒരു കാഴ്ചപ്പാടിനെ അംഗീകരിക്കുന്നതും ഏറ്റെടുക്കുന്നതും. അപ്പോ ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ശരിക്കും ഈ സിസു എന്ന് പറയുന്നത്, സിസു എന്നുള്ളത് അവർ അവരുടെ ദേശീയ ഭാഗമായിട്ട് എടുത്തു. പക്ഷെ നമ്മളെ കുറിച്ച് എടുക്കുമ്പോൾ സിസു നമ്മളിൽ ഓരോരുത്തരിലും ഇല്ലേ? നമ്മൾ നമ്മുടെ കേരള ജനതയെ തന്നെ എടുക്കാം അല്ലെ? നമ്മള് ഈ പ്രളയ കാലഘട്ടത്തില് നമുക്ക് കണ്ടതാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്. പ്രളയത്തിന്റെ കാലഘട്ടത്തില് നമ്മളിലുള്ള സിസു വർക്ക് ചെയ്യുന്നത് അല്ലെ? ലോകം മുഴുവൻ നമ്മെ ഉറ്റുനോക്കിയത്. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് തകർന്നു തുടങ്ങി എന്നുള്ളതിൽ സിസു പറയുന്നത് തന്നെ, when you think you have lost everything, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിമിഷത്തിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് സിസു എന്നാണ്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നതാണ്. ഇപ്പോ നായകൻ വില്ലന്മാരാൽ ഇടിച്ച് ആകെ തകർന്ന് അല്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു എന്ന ലെവലില് കിടക്കുമ്പോൾ അപ്പോഴായിരിക്കും നായികയെ വില്ലന്മാർ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നത്. ആ നിമിഷത്തിൽ നായകൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്ന് എല്ലാവരെയും അടിച്ചൊതുക്കുന്നതൊക്കെ നമ്മുടെ സിനിമയിൽ കാണുന്നത്. ശരിക്കും ഇത് തന്നെയാണ് സിസു. നമ്മൾ എവിടെ തകർന്ന് അടിഞ്ഞു അല്ലെങ്കിൽ ഇനി വയ്യ, ഇനി തീർന്നു എന്ന് വിചാരിക്കുന്നവരിന്ന് വീണ്ടും തുടങ്ങാനുള്ള അചഞ്ചലമായ നമ്മുടെ മനസ്സിനുള്ളിലുള്ള അദൃശ്യമായ ശക്തിയാണ് സിസു എന്ന് പറയുന്നത്. അപ്പോ ഇത് നമ്മള് പ്രളയകാലത്ത് മാത്രമല്ല, മറ്റു ഓരോ പ്രകൃതി ദുരന്തത്തിന്റെ അവസരങ്ങളിലും നമുക്ക് കേരളത്തിൽ നമ്മൾ ശരിക്കും കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഓരോരുത്തരിലും ഈ സിസു ഉണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് എൻ്റെ ഉള്ളിലുള്ള സിസു വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അല്ലെ? വളരെ ചെറിയ പ്രായത്തില് വിവാഹം കഴിഞ്ഞ് കുട്ടികളായി 16 വയസ്സിൽ ആ ഒരു രീതിയിലേക്ക് പോയ ഞാൻ വീണ്ടും പഠിച്ചും അല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരു രീതിയിലാവുന്നത് എൻ്റെ ഉള്ളിലുള്ള സിസു വർക്ക് ചെയ്തതാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ ഉള്ളിലും ഈ ഒരു കാര്യമുണ്ട് എന്നും നിങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യത്തില് ജീവിതത്തില് നിങ്ങളെ വിജയിക്കാൻ ഇത് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് ഓരോരുത്തരും അറിയാം. നിങ്ങളുടെ ഫീഡ്ബാക്കിലൊക്കെ നമുക്കത് മനസ്സിലാവും. നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ സിസു കണ്ടെത്തിയത് എന്നുള്ളത് നിങ്ങൾക്ക് പറയാവുന്നതാണ്, ചർച്ച ചെയ്യാവുന്നതാണ് നമുക്ക്. അപ്പൊ എല്ലാവരിലും ഇത് ഉണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും മക്കളെയൊക്കെ ഉയർന്ന വിദ്യാഭ്യാസം നൽകി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഓരോ കുടുംബം, ഇതിലെല്ലാം സിസു വർക്ക് ചെയ്യുന്നു. ക്യാൻസറിനെതിരെ പോരാടുന്ന ആളുകള് അല്ലെ, അവരിലുണ്ട്. അതുപോലെ വൈകല്യങ്ങൾക്കെതിരെ പോരാടി ജീവിതം വിജയിപ്പിച്ചെടുക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം സിസു തന്നെയാണ്. അപ്പോ ഇത് ഫിൻലൻഡുകാരുടെ മാത്രം ഒരു പ്രത്യേകതയല്ല, നമ്മളിൽ ഓരോരുത്തരിലും ഉള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അദൃശ്യ ശക്തി തന്നെയാണ് സിസു എന്ന് പറയുന്നത്. പക്ഷെ ഇന്നിപ്പോ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ പുതിയ തലമുറ ന്യൂജനില് സിസു ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട് അല്ലെ? എല്ലാവരിലും ഇതുണ്ട്. പക്ഷെ വളരെ
കുറച്ച് പേരുകൾ അല്ലെങ്കിൽ കുറെ ആളുകളിൽ ഇതിന്റെ ഒരു ലാക്ക് നമുക്കറിയാം. ഇപ്പോ ഒരു പരീക്ഷ നടത്തിപ്പിലെ പ്രശ്നത്തിന്റെ പേരിൽ എത്ര യങ് ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അല്ലെ? അവരിൽ ഈ ഒരു സിസു വർക്ക് ചെയ്യാത്തത് കൊണ്ടാണോ, അതോ അവർക്ക് അതിനെ കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണോ? എന്തായാലും നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പുതുജനതയ്ക്ക്, നമ്മുടെ ന്യൂ ജനറേഷൻ മാത്രമല്ല, പഴയ ജനതയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ് ജനറേഷനൊക്കെ ഒരുപാട് ത്യാഗങ്ങൾ കടന്ന് വന്നവരാണ്. അപ്പോ ഇതിൽ നിന്നും ഈ ത്യാഗങ്ങളൊക്കെ ഓവർകം ചെയ്തിട്ട് വിജയിച്ചു വരുന്നത് തന്നെയാണ് സിസു എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്ക് അത്തരം ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു ജീവിത രീതി അവർക്ക് കൊടുക്കാൻ നമുക്ക് ഇല്ല ഇന്നത്തെ കാലത്ത്. അപ്പൊ നമുക്ക് അവർക്ക് നൽകാം, അവരെ ഏറ്റവും കൂടുതൽ പവർഫുൾ ആക്കാം എന്നുള്ളതിന്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് എൻ്റെ ലൈഫിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് ലോകം മുഴുവൻ ഏറ്റെടുത്ത, അതും ഒരു പൗരാണിക ചിന്താരീതി തന്നെയാണ്, ബുദ്ധ സന്യാസിമാരിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പൗരാണിക രീതിയാണ് മൈൻഡ്ഫുൾനെസ് എന്നുള്ളത്. ഇന്ന് വൈദ്യശാസ്ത്രവും പുതിയ തലമുറയും ഏറ്റെടുത്തിട്ടുള്ള ഒരു പരിഹാരം എന്ന് വേണമെങ്കിൽ പറയാം. സിസു എങ്ങനെ വളർത്താം എന്നുള്ളതിനുള്ള ഒരു പരിഹാരമായിട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തരാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് മൈൻഡ്ഫുൾനെസ്. മൈൻഡ്ഫുൾനെസ് നിങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എനിക്കറിയാം, ഈ സിജി പാർട്ടിസിപ്പന്റ് എന്ന് പറയുന്നത് ഞാൻ ക്ലാസ് എടുക്കേണ്ട ആളേ അല്ല, ഒരുപാട് എല്ലാ കാര്യത്തിലും വളരെയധികം കഴിവുള്ളവരാണ്. അപ്പോൾ അതിൽ തന്നെ മൈൻഡ്ഫുൾനെസ് ഈ ഫ്ലോറിൽ ക്ലാസ് എടുത്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ത് തന്നെയാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്? ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സിസു എന്ന് പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മൈൻഡ്ഫുൾനെസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും അത് എങ്ങനെ സിസു വളർത്തുന്നു എന്നുള്ളത് നമുക്ക് ചെറുതായിട്ട് ഒന്ന് നോക്കാം അല്ലെ? സിസു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനസ്സിന് കൊടുക്കുന്ന ആന്തരികമായ ശക്തിയാണ്. മുന്നോട്ട് പോവാനാണ് സിസു നമ്മളോട് പറയുന്നത്. ഏത് പ്രതിസന്ധിയിലും മൈൻഡ്ഫുൾനെസ് ആ ഒരു നിമിഷത്തിൽ ജീവിക്കാനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ നിമിഷം ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ് പറയുന്നത്. അതുപോലെ തന്നെ അത് സിസു എന്ന് പറയുന്നത് മനസ്സിനെ ശക്തമാക്കലാണ്. മൈൻഡ്ഫുൾനെസ് മനസ്സിനെ ശാന്തമാക്കലാണ്. സിസു നമ്മോട് പറയുന്നത് എങ്ങനെ അടുത്ത ചുവട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. മൈൻഡ്ഫുൾനെസ് ഈ നിമിഷത്തിൽ എങ്ങനെ മനോഹരമായി ജീവിക്കാം എന്നുള്ളതാണ്. അത് ഒരു തരം അവബോധമാണ്, തിരിച്ചറിവാണ്. അത് എല്ലാത്തിനെയും സ്വീകരിക്കുന്നു, ഉൾക്കൊള്ളുന്നു. അതാണ് മൈൻഡ്ഫുൾനെസിന്റെ പ്രത്യേകതയായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഏതൊരു കാര്യത്തിനു മുമ്പും, പ്രതികരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോവാൻ മൈൻഡ്ഫുൾനെസ് ഹെൽപ്പ് ചെയ്യും. അപ്പോ മൂവ് ഫോർവേഡിന്റെ കൂടെ തന്നെ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും നല്ല ഒരു നമ്മുടെ ഉള്ളിൽ സിസു വളർത്താനുള്ള ഏറ്റവും നല്ല ഒരു രീതിയായിട്ടാണ് എനിക്ക് മൈൻഡ്ഫുൾനെസ് കാണാൻ സാധിച്ചത്. അപ്പോ നിങ്ങള് എന്നെ കേൾക്കുന്നവര് നമുക്കൊന്ന് ചെറിയൊരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്താലോ? ആർ യു റെഡി? ഓക്കെ, എനിക്ക് ആരെയും കാണുന്നില്ല. എനിവേ, മൈൻഡ്ഫുൾനെസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും, ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതൊരു ചെറിയൊരു എക്സ്പെരിമെന്റ് ആണ്. അവർ ഗ്ലാസ് എക്സ്പെരിമെന്റ് എന്നാണ് ഇതിന് പേര്. അവർ ഗ്ലാസ് എക്സ്പെരിമെന്റ് എന്ന് വെച്ചാൽ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അവർ ഗ്ലാസ് ഇപ്പൊ മണൽ ഇങ്ങനെ ഒരു ഷേപ്പുള്ള ഗ്ലാസ്സിൽ മണൽ തരി ഇങ്ങനെ താഴേക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് മൈൻഡ്ഫുൾനെസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് നോക്കാൻ കുറച്ച് സമയമെങ്കിലും, ഇപ്പോ നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതിന്റെ ഏറ്റവും അതായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഒട്ടും അതില്ലാത്ത ഒരു തലമുറയാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത്. ഈവൻ ഫുഡ് കഴിക്കാനാണെങ്കിലും, നമ്മുടെ കുട്ടികൾക്ക് ഫുഡ് കഴിക്കാനാണെങ്കിലും നമ്മൾ മൊബൈൽ ഫോൺ കാണിച്ചു കൊടുത്തിട്ട് എന്തോ
അവർ കഴിക്കുന്നു, അവരുടെ വയറ് നിറഞ്ഞോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അവരെന്ത് കഴിക്കുന്നു, അത് എങ്ങനെ കഴിക്കുന്നു, ഇതൊന്നിലും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ആ ബേസിക് കാര്യം മുതൽ നമ്മളുടെ മൈൻഡ്ഫുൾനെസ് അപ്ലൈ ചെയ്യേണ്ടതാണ്, അവിടെ നിന്ന് തുടങ്ങേണ്ടതാണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ചെറിയതായിട്ടൊരു എക്സ്പെരിമെന്റ് ചെയ്തു നോക്കാം. അപ്പൊ എല്ലാവരും ഒന്ന് നിവർന്ന് ഇരുന്ന് രണ്ട് കൈകളും കാലിന് തുടയ്ക്ക് മുകളിൽ വെച്ച് ഒന്നിരിക്കാം. എന്നിട്ട് ഒന്ന് കണ്ണടയ്ക്കാം. ദീർഘമായിട്ടൊന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. വളരെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടാം. എന്നിട്ട് നമ്മുടെ ശ്രദ്ധയെ മുഴുവനായിട്ടും പുറം ലോകത്തിലേക്ക് ഒന്ന് കൊണ്ടുപോവുക. നിങ്ങൾ കേൾക്കുന്ന മുഴുവൻ ശബ്ദങ്ങളെയും ഒന്ന് അനലൈസ് ചെയ്യുക. ഒരു ഡോൾബി സിസ്റ്റത്തിൽ എന്ന പോലെ നിങ്ങളുടെ 4 ഭാഗത്തു നിന്നുള്ള നിങ്ങൾ കേൾക്കുന്ന ഓരോ ശബ്ദത്തെയും ഒന്ന് അനലൈസ് ചെയ്യുക. എന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ട്, ചിലപ്പോൾ ഫാൻ തിരിയുന്ന ശബ്ദം, ക്ലോക്കിന്റെ ടിക് ടിക് ശബ്ദം, AC-യുടെ മുരൾച്ച, അല്ലെങ്കിൽ കിളികളുടെ ശബ്ദം, എന്തൊക്കെയാണോ നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങൾ കേൾക്കുന്ന മുഴുവൻ ശബ്ദത്തെയും ഒന്ന് അനലൈസ് ചെയ്യുക. ഒരു ഡോൾബി സിസ്റ്റത്തിലെ പോലെ അത് മുഴുവൻ കേൾക്കട്ടെ. ഇനി വളരെ പതുക്കെ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക. ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഒരു 5 സെക്കൻഡ് എടുത്തിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അതുപോലെ ഒരു 5 സെക്കൻഡ് അതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. വളരെ സ്ലോലി ഒരു 7 സെക്കൻഡ് എങ്കിലും എടുത്തിട്ട് വളരെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. ഈ ഒരു ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ദീർഘമായി ഒരു 5 സെക്കൻഡ് എടുത്തിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. 5 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. സ്ലോലി, വളരെ സ്ലോലി ശ്വാസം പുറത്തേക്ക് വിടുക. 7 സെക്കൻഡ് എങ്കിലും എടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി ആവർത്തിക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. Hold the breath and slowly release. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ നിങ്ങളുടെ ചുറ്റുപാടിലേക്ക്, നിങ്ങളുടെ പുറം ലോകത്ത് നിങ്ങൾ കേൾക്കുന്ന ശബ്ദങ്ങളിലേക്ക് കൊണ്ടുവരിക. നിങ്ങളിപ്പോ എന്തെല്ലാം കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ ചുറ്റുപാടിലുള്ള മുഴുവൻ ശബ്ദങ്ങളും ശരിക്കും അനലൈസ് ചെയ്യുക. തിരിച്ചു വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് തന്നെ കൊണ്ടുവരിക. ഇനി ഞാൻ നിർദ്ദേശങ്ങൾ തരുന്നില്ല, ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ അതുപോലെ ചെയ്യുക. താങ്ക് യു ഓൾ. താങ്ക് യു. ആൻഡ് ഓപ്പൺ യുവർ ഐസ്. നമ്മള് മൈൻഡ്ഫുൾനെസ് ഒരുപാട് രീതികളിൽ നമുക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം. ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരുപാട്, അതൊക്കെ നമുക്ക് യൂട്യൂബിലും മറ്റും നോക്കിയാൽ പല രീതികൾ നമുക്ക് കാണാൻ കഴിയും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ തലമുറയെ, അടുത്ത തലമുറയെ അത് പഠിപ്പിക്കുക. ഈ നിമിഷത്തിൽ ജീവിക്കുന്നതിന്റെ സന്തോഷം അത് മനസ്സിലാക്കാൻ, നമുക്ക് നമ്മെ തിരിച്ചറിയാൻ എല്ലാമുള്ള ഒരിടം, ഈ തിരക്ക് പിടിച്ച് ഓടുന്ന ഈ ഒരു കാലഘട്ടത്തില് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ മൈൻഡ്ഫുൾനെസ് എന്നുള്ളത്. അപ്പോൾ അതിന്റെ ഒരു ചെറിയ ഒരു എക്സ്പെരിമെന്റ്, ഇത് വളരെ നല്ലൊരു എക്സ്പെരിമെന്റ് ആണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്.
ഇതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഏത് സമയത്തും നമുക്ക് ഇത് ചെയ്യാം എന്നുള്ളതാണ്. ഏത് ഇനിയിപ്പോ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന നിമിഷത്തിലാണെങ്കിൽ പോലും നമുക്ക് ഇത് ചെയ്യാം. ഏത് സമയത്തും ചെയ്യാവുന്ന വളരെ നല്ല ഒരു എക്സ്പെരിമെന്റ് ആണ് ഈ ഒരു മൈൻഡ്ഫുൾനെസ് എക്സ്പെരിമെന്റ്. അപ്പോ നമുക്കറിയാം സിസു എന്നുള്ളത് നമ്മളിലെല്ലാം ഉള്ളതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് അല്ലെ. ഏതൊരു പ്രയാസത്തിനു പിന്നാലെയും ഒരു എളുപ്പമുണ്ട്. നമ്മുടെയൊക്കെ സിസു ആണ് അത്. ഒരു നിലക്ക് നമ്മുടെയൊക്കെ സിസു ആണ്. അതുപോലെ തന്നെ നമ്മള് ഇത് രാമായണ മാസമാണ്, നമുക്കറിയാം. എന്റെ കുട്ടിക്കാലത്ത് പഠിച്ച ഈരടികൾ, ഇതെല്ലാം നമ്മളെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള സംഗതികളാണ്. ഞാനത് ഒന്ന് പറയാം. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി വിയോഗം വരും പോലെ നാദ്യാമൊഴുകുന്ന കാഷ്ണങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. അല്ലെ, നദികളിലൂടെ ഒഴുകി വരുന്ന തടിക്കഷ്ണത്തിന് അതിന്റെ ഒഴുക്കിന്റെ ഗതി അനുസരിച്ച് സഞ്ചരിക്കേണ്ടി വരുന്നത് പോലെ നമ്മൾ മനുഷ്യരും തന്നെ ഈ കാലമാകുന്ന നദിയിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. അപ്പോ ഈ ഒരു സഞ്ചാരത്തെ ഇതെല്ലാം നമുക്ക് നമ്മുടെ ഉള്ളിലെ സിസു വളർത്താൻ നമ്മെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള വാല്യൂകൾ, മൂല്യങ്ങളാണ്. അത് എല്ലാ മതത്തിലും എല്ലാത്തിലും ഉണ്ട്. ഏതെങ്കിലും ഒന്നെങ്കിലും നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു സെഷനിൽ ഞാൻ മൈൻഡ്ഫുൾനെസ്സിനെ ഉൾപ്പെടുത്തുമ്പോൾ ഈ നമുക്കറിയാം ഏത് പ്രതിസന്ധിയും നദിയിലൂടെ വരുന്ന നമ്മുടെ ഈ ജീവിതം നദി കിടക്കുമ്പോൾ വരുന്ന ഏതൊരു പ്രതിസന്ധിയെയും നമുക്ക് നേരിടണം, അല്ലെങ്കിൽ അതിനെ നേരിട്ട് നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ളതിനൊപ്പം തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു നദിയിലും ഒരിക്കലും നമുക്ക് 2 പ്രാവശ്യം ഇറങ്ങാൻ സാധിക്കില്ല എന്നുള്ളത് അല്ലെ. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തവണ ഒരിക്കലും ഒരേ നദിയിൽ നമുക്ക് ഇറങ്ങാൻ സാധിക്കില്ല. അതിന്റെ എല്ലാം മാറിയിട്ടുണ്ടാകുന്നുണ്ട്, അതിന്റെ വെള്ളം മാറിയിട്ടുണ്ടാവും, അതിന്റെ ഒഴുക്ക് മാറിയിട്ടുണ്ടാവും. ഒരിക്കലും നമ്മൾ ആദ്യം ഇറങ്ങിയ നദിയല്ല പിന്നെ നമ്മൾ ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമുക്കറിയാം, ഒരിക്കലും ഒരു നിമിഷം പോലും നമുക്ക് പിന്നെ ലഭിക്കുന്നില്ല. ആ ഒരു നിമിഷത്തിൽ ജീവിക്കാനാണ് മൈൻഡ്ഫുൾനെസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓരോ നിമിഷവും ആസ്വദിക്കുക മാത്രമല്ല, അറിഞ്ഞ് അനുഭവിച്ച് അതിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ട്, ഇപ്പോ നമ്മൾ സിസുവിൽ പറഞ്ഞ ആത്മധൈര്യത്തോടു കൂടെ എല്ലാത്തിനെയും നേരിടാന്, ഒരുപാട് നേരിട്ടാണ്. നമുക്കറിയാം നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളെയൊക്കെ നമുക്ക് ഇതിൽ ഒഴിവാക്കാൻ പറ്റില്ല, ഞാൻ ഇവിടെ വിട്ടുപോയ കാര്യമാണ്. ഒരുപാട് നമ്മൾ കാണുന്നതാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഈ സിസു നമുക്ക് ഏത് രീതിയിലാണോ വളർത്താൻ പറ്റുന്നത്, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഏത് രീതിയിലാണോ നൽകാൻ കഴിയുന്നത്, അതിൽ നമ്മൾ വർക്ക് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. നമുക്ക് ഓരോരുത്തർക്കും, എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോവാനും ഈ നിമിഷത്തിൽ ഭംഗിയായിട്ട് ജീവിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരോടും എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഈ ഡിവിഷൻ ടീമിനോട് മുഴുവനായിട്ടും, ഫെമിന മാം, അതുപോലെ ഷമീമ, അങ്ങനെ ഓരോരുത്തരും ഞാൻ എടുത്തു പറയുന്നില്ല, സിനത്ത്, എല്ലാവരും ഇതിനു പിന്നിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. താങ്ക് യു. വളരെ നന്ദി ഷീബ സജിന മാം. ഞങ്ങളുടെ ഈ ഒരു ദിവസം സിസു എന്ന കൗതുകകരമായ ഒരു വിഷയത്തിൽ കൂടി ധന്യമാക്കിയതിന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഡിവിഷൻ സെന്റർ ഫോർ ഇൻഫർമേഷൻ ഓഫ് ആൻഡ് ഗൈഡൻസ് ഇൻ ദ ഡിവിഷൻ നടത്തുന്ന ഈ 296ാമത്തെ ദിവസത്തിൽ നമ്മൾ സിസു എന്ന മൈൻഡ്ഫുൾനെസ്സിന്റെയും ആത്മധൈര്യത്തിന്റെയും ഒരു വിഷയത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോയത്. ഞാനും ഇന്നലെ മാമിന്റെ ടോപ്പിക് കണ്ടപ്പോൾ ആ ഒരു കൗതുകത്തിന്റെ പുറത്ത് ഞാനും ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിരുന്നു. അതിൽ പറയുന്ന ഇതൊക്കെയാണ്: അചഞ്ചലമായ മനക്കരുത്തും പ്രതിസന്ധികളെ ധൈര്യത്തോടെ നേരിടാനുള്ള കഴിവും എളുപ്പത്തിൽ തോറ്റുപോകാത്ത മനോഭാവവും അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള നിശ്ചയദാർഢ്യവും എന്നൊക്കെയാണ് അതിനെ ഫിൻലൻഡുകാരുടെ ഈ ഒരു ശൈലി അതിൽ വിശേഷിപ്പിച്ച് കാണുന്നത്. അപ്പൊ എനിക്ക് ഓർമ്മ വന്നത്, ഇപ്പോ ജന്തർ മന്ദറിൽ
തങ്ങളുടെ ഭാവിക്ക് വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന യുവതലമുറയാണ്. എത്ര ധൈര്യത്തോടെയാണ്, എത്ര ആത്മധൈര്യത്തോടെയാണ് അവർ പ്രതിസന്ധികളെ ഭയക്കാതെ നിശ്ചയദാർഢ്യത്തോടെ മുന്നേറുന്നത് എന്ന് അതിശയിച്ചു പോയി. അത് എനിക്ക് തോന്നുന്നു ഈ ഒരു തലമുറയായിരിക്കാം ഇത് ഈ സിസു കൂടുതലായിട്ട് അവരുടെ ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നത് എന്ന്. മാം പറഞ്ഞ പോലെ പ്രളയത്തിന്റെ കാലവും കേരളം അത് ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ ഭയമുണ്ടായാലും പ്രതിസന്ധികളെ നേരിട്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും ഈ ഒരു ക്ലാസ്, ഈ ഒരു സിസുവിന്റെ ഈ ഒരു സെഷൻ സഹായകമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, ഭൂതകാലത്തിൽ സ്വയം നഷ്ടപ്പെടരുത്, ഭാവിക്ക് പിന്നാലെ ഓടരുത്. ഭൂതകാലം ഇനിയില്ല, ഭാവി ഇതുവരെ വന്നിട്ടുമില്ല, ഇവിടെ ഇന്നിൽ ജീവിക്കൂ. അതെ, ഇന്നത്തെ നിമിഷത്തിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ജീവിതം ധന്യമാകാൻ നമുക്ക് നമ്മുടെ ജീവിതം വളരെ സന്തോഷത്തോടെ ഈ ഒരു ആത്മധൈര്യത്തോടെ മുന്നോട്ട് പോകാം. മാം ഒരു സിജിഎം കൂടിയാണ്, സി സ്റ്റെപ്പ് പൂർത്തിയാക്കിയ ആളാണ്. ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞത് വേറൊന്നും പറയണ്ട, ഞാൻ ഡിവിഷൻ പാർട്ടിസിപ്പൻസ് ഗ്രൂപ്പിലെ അംഗമാണെന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷകരമാണ്. എന്നാണത് ഞങ്ങൾക്ക് ഡിവിഷൻ ടീം അംഗങ്ങൾക്കും സിജിക്കും ഒരുപാട് സന്തോഷം നൽകുന്ന വാക്കുകളാണ്. അതിന് ഒന്നുകൂടി മാമിനോട് ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസിന്, നമ്മുടെ കരുത്തായ, നമ്മുടെ നട്ടലായ പാർട്ടിസിപ്പൻസിനും ഈ ഒരു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഡയറക്ടർ ന്യൂസിയ മാഡത്തിനും കൂടെയുള്ള സീനത്ത് മാഡത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിച്ച് നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് പിരിയാം. വീരാൻകുട്ടി മാഷിന്റെ ഒരു കവിതയുണ്ട്, നോക്കൂ വിളക്കുകൾ ചെയ്യുന്നത് ഇരുട്ടിനെ പുതപ്പിക്കാനുള്ള വെള്ളത്തുണി അവ നെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വെള്ളത്തുണി നെയ്തുകൊണ്ടേയിരിക്കുന്ന കുറെ മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു ഓൾ. Thank you.